ഹരികുമാർ സർ, നമസ്കാരം. നമസ്തേ. മുഖ്യമന്ത്രി ആയതിനു ശേഷം വി ഡി സതീശന്റെ ആദ്യമായിട്ടുള്ള നരേന്ദ്രമോദിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്നത്. ഇന്ന് കേരളത്തില് കണ്ണൂര് പിണറായിയിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിൽ അതിരാവിലെ റെയ്ഡും. ഇതെന്താണ് സൂചിപ്പിക്കുന്നത്? ലാവ്ലിനടക്കമുള്ള നിരവധിയായിട്ടുള്ള കേസുകളുണ്ട്. അതൊക്കെ പുറത്തേക്ക് വരാൻ പോവുകയാണ് എന്നതിൻ്റെ കൃത്യമായിട്ടുള്ള സൂചനകളല്ലേ ഇതൊക്കെ? ബി ജെ പിക്ക് ഇനി പിണറായിയെ വേണ്ട എന്നതും നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കേണ്ടതല്ലേ? എങ്ങനെയാണ് അങ്ങ് ഇതിനെ, ഈ ഒരു റെയ്ഡിനെ വായിച്ചെടുക്കുന്നത്? ഇന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലുള്ള വീട്ടിലും അതുപോലെ തന്നെ പിണറായിയിലുള്ള വീട്ടിലും അതിനോടൊപ്പം CMRL എന്ന സ്വകാര്യ കമ്പനിയും അതുപോലെ മറ്റു പല സ്ഥലങ്ങളിലുമായിട്ട് 12 ഇടങ്ങളിൽ നടക്കുന്ന ഈ റെയ്ഡ് വീണ വിജയന്റെ എക്സാലോജിക് കമ്പനിയുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്നത് വളരെ കൃത്യമായ നിരീക്ഷണമാണ്. അതായത് അതിനപ്പുറത്തേക്ക് ലാവ്ലിൻ, സ്വർണ്ണക്കള്ളക്കടത്ത് തുടങ്ങി നിരവധി പിണറായി വിജയനെതിരെ ആരോപണം ഉയർന്ന, അല്ലെങ്കിൽ അദ്ദേഹം വിചാരണ നേരിടുന്ന നിരവധി വിഷയങ്ങളിൽ നിർണായക തെളിവുകൾ തേടിയുള്ള ഒരു സെർച്ചാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് നമുക്ക് കിട്ടുന്ന സൂചന. പിണറായി വിജയന് അങ്ങനെ ഇനി പെട്ടെന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഗൗതം ചോദിച്ചതുപോലെ ഈ അന്വേഷണങ്ങൾ ഇത് നൽകുന്ന രാഷ്ട്രീയ സൂചനകളുണ്ട്. ഈ രാഷ്ട്രീയ സൂചനകളിൽ ഇപ്പം ഞാൻ അതിനുശേഷം CPM-ന്റെ വലിയ പ്രകടനങ്ങളൊക്കെ ഇപ്പൊ ചിലയിടത്തൊക്കെ നടക്കുന്നു. വലിയ എന്നല്ല, കുറെ നേതാക്കന്മാരുടെ പ്രകടനങ്ങൾ. ആ പ്രകടനങ്ങളിൽ ഒക്കെ ഉയർന്നു കേൾക്കുന്ന മുദ്രാവാക്യം RSS-നെതിരെയാണ്. അതായത് പിണറായി വിജയൻ ഭീഷണിപ്പെടുത്തുകയാണ്. പിണറായി വിജയന് അതാണ് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള അവസാനത്തെ ആയുധം. അദ്ദേഹം പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇപ്രാവശ്യം മതേതരത്വവും അതുപോലെ ഇത്തരം RSS വിരുദ്ധ മുദ്രാവാക്യങ്ങളും മുഴക്കിക്കൊണ്ട് ഈ റെയ്ഡുകൾ നിർത്തിവെപ്പിക്കാനോ അല്ലെങ്കിൽ ഈ അന്വേഷണത്തിലെ കോടതികളിൽ ഇരിക്കുന്ന വിഷയങ്ങളിൽ ജഡ്ജിമാരെ ഭീഷണിപ്പെടുത്താനോ ഒന്നും പിണറായി വിജയൻ ഇപ്രാവശ്യം സാധിക്കുമെന്ന് തോന്നുന്നില്ല. ഇത് ഇന്നലെ കേരള മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയെ കണ്ടതിനു ശേഷം നടക്കുന്ന ഈ റെയ്ഡില് തീർച്ചയായിട്ടും കേരള സർക്കാർ ഈ വിഷയത്തിൽ പഴയ രീതിയിൽ CPM-ന്റെ പിന്നാലെ കൂടില്ല എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം. ഒരു കാരണവശാലും രാഷ്ട്രീയ അഡ്ജസ്റ്റ്മെന്റിൽ CPM-ഉമായിട്ട് ഒരു മേശയ്ക്കടിയിലൂടെയുള്ള ഒരു ധാരണയിലെത്തുന്ന വ്യക്തിയല്ല വി ഡി സതീശൻ. ഈ റെയ്ഡും ഈ CPM-ന് നേരെയുള്ള തുടർ ആക്രമണങ്ങളും വി ഡി സതീശനും ആവശ്യമാണ്. വി ഡി സതീശനും കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് നിലനിൽപ്പിന് ഇതൊക്കെ ആവശ്യമാണ്. അദ്ദേഹവും വെല്ലുവിളികൾ നേരിടുന്നു പല തലങ്ങളിൽ നിന്ന്. ഇവിടെ CPM-നെതിരെ പിണറായി വിജയന്റെ അഴിമതികൾ പുറത്തു കൊണ്ടുവന്നാൽ, കേന്ദ്ര ഏജൻസികൾ പുറത്തു കൊണ്ടുവന്നാൽ അതിൻ്റെ ക്രെഡിറ്റിൽ ഒരു പങ്ക് ശ്രീ വി ഡി സതീശന് ലഭിക്കും. കാരണം അദ്ദേഹം അഴിമതിക്കെതിരായിട്ടുള്ള അദ്ദേഹത്തിന്റെ പോരാട്ടത്തിന്റെ തുടക്കമായിരിക്കും ഇത്. അത് വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിൽ അഴിമതി കേസുകൾ റെയ്ഡ് നടന്നിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര അപഹാസ്യമാണ്. പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല, പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു ഭാരമാണ്. കാരണം VS ഇരുന്നപ്പം ഇതുപോലെ പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിൽ കേന്ദ്ര ഏജൻസികൾ കയറിയിറങ്ങും. അല്ലെങ്കിൽ ഇതിനു മുമ്പ് കേരളത്തിൽ എത്ര പ്രതിപക്ഷ നേതാക്കന്മാരുണ്ടായിരുന്നു? EK നായനാർ പ്രതിപക്ഷ നേതാവായിരുന്നു. അങ്ങനെയൊക്കെയുള്ള VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിരുന്നതുപോലെ തന്നെ കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാക്കന്മാരുണ്ടായിരുന്നു. അവരുടെ ആരുടെയെങ്കിലും വീട്ടിൽ ഏതെങ്കിലും കേന്ദ്ര ഏജൻസികൾ കയറി നിറങ്ങിയിട്ടുണ്ട്? ഇത് പിണറായി വിജയന്റെ സമ്പൂർണ്ണ അഴിമതികളുടെ ചരിത്രമടങ്ങിയ രേഖകൾ വീണ വിജയന്റെ കൈവശമുണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ ഒരു ഹാർഡ് ഡിസ്ക്, ആ ഹാർഡ് ഡിസ്കിന് വേണ്ടിയുള്ള ഒരു തിരച്ചിലാണിത് എന്നുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട്. പിണറായി വിജയന്റെ മരുമകൻ റിയാസിന്റെ ഒരു ബന്ധു തിരുവനന്തപുരത്ത് ഒരു വീട് വാങ്ങിച്ചിട്ടുണ്ടെന്നും അവിടെ ഈ സാധന സാമഗ്രികൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്നും ഈ തെളിവുകൾ അവിടെ, ഒരു ഭാഗം തെളിവുകൾ അവിടെയും മറുഭാഗം AKG സെന്ററിലും ഉണ്ടെന്ന് പറയുന്നു. ഈ കഴിഞ്ഞ ദിവസമായിട്ട് നാളുകളായിട്ട്
ഹൈബർനേഷനിൽ ഉറങ്ങിക്കിടന്ന SFI പെട്ടെന്ന് സടകുടഞ്ഞ് എഴുന്നേറ്റു. പക്ഷെ പഴയതുപോലൊന്നും വീര്യമൊന്നുമില്ല. പണ്ടിവൻ ഒരു കടിയാൽ എന്താണ് പുലിയെ കണ്ടിച്ചത് ഞാൻ കേട്ടറിയുന്നേൻ എന്നൊരു കുഞ്ചൻ നമ്പ്യാരുടെ ഒരു 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 വരികളുണ്ട്. അതായത് പാണ്ഡൻ നായുടെ പല്ലിൻ ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല, പണ്ടിവൻ ഒരു കടിയാൽ ഒരു പുലിയെ കണ്ടിച്ചത് ഞാൻ കേട്ടറിയുന്നേൻ എന്നൊക്കെയുള്ള വരികളുണ്ട്. ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ SFI ആ പഴയ ഈ ശൗര്യമൊന്നും SFIക്കില്ല. ഈ കഴിഞ്ഞ ദിവസം കോട്ടയത്ത് SFI പ്രകടനം നടത്താൻ ഉദ്ദേശിച്ചിട്ട് അവസാനം അത് വേണ്ടെന്ന് വെച്ചു, കാരണം ആളില്ലായിരുന്നു. തിരുവനന്തപുരത്ത് ഈ കഴിഞ്ഞ ദിവസം വളരെ നിർണായകമായ ചില വിവരങ്ങളെ തുടർന്ന് പോലീസ് ആയുധശേഖരം ബേക്കറി ജംഗ്ഷനിൽ നിന്ന് പിടിച്ചതായിട്ട് വാർത്തയുണ്ട്. ഇതുമായിട്ട് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടത് പിണറായിയുടെ വീട് അവിടെയാണ്. പിണറായി ഇപ്പൊ താമസിക്കുന്ന ബേക്കറി ഒരു കാറ് നിറയെ ആയുധങ്ങളും 4 ഗുണ്ടകളെയുമായിട്ട് പോലീസ് കണ്ടെത്തിയിരുന്നു എന്നുള്ള വാർത്തകളുണ്ട്. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഒരു വല്ലാത്ത പ്രതിസന്ധിയിലേക്ക്, അതായത് കേരളത്തെ കലാപത്തിലേക്ക് തള്ളിവിടാൻ പിണറായിയും കൂട്ടുകാരും തയ്യാറാകുമെന്ന് തന്നെയാണ്. CPM എന്നല്ല ഞാൻ പറയുന്നത്. ഈ നിയമസഭയിൽ ഇരിക്കാൻ പിണറായിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ട്. കാരണം തളിപ്പറമ്പിൽ നിന്നും TK ഗോവിന്ദനും അതുപോലെ പയ്യന്നൂരിൽ നിന്നും കുഞ്ഞികൃഷ്ണനും അമ്പലപ്പുഴയിൽ നിന്നും G സുധാകരനെയും പോലുള്ള പഴയ പാർട്ടി നേക്കാര് അവിടെ പിണറായിയുടെ ഓരോ പുണ്ണിലും ഓരോ മുറിവിലും ഉപ്പ് തേക്കാനായിട്ട് കാത്തിരിപ്പുണ്ട്. ആ നിയമസഭയിൽ അവരെ നേരിടുന്നതിനേക്കാൾ നല്ലത് പിണറായിക്ക് വീട്ടിലിരിക്കുകയായിരിക്കും. പിണറായിയുടെ ഓരോ വാക്കുകളും ഉടൻ രാജിവെക്കുമോ? രാജിവെച്ചില്ലെങ്കിൽ പുറത്തു പോകാനുള്ള സാധ്യത വരെയുണ്ട്. തൽക്കാലം രാജിവെക്കില്ല. കാരണം അവസാന നിമിഷം വരെ കടിച്ചു തൂങ്ങും. ഇത് അദ്ദേഹത്തിന് ഒരു സംരക്ഷണമാണ്, പ്രതിപക്ഷ നേതാവ് എന്നുള്ള സ്ഥാനം. നേരെ മറിച്ച് ഇതില്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഒരു തരത്തിലുമുള്ള ഈ പാർട്ടി പ്രൊട്ടക്ഷനും കിട്ടത്തില്ല. ഇതിപ്പോ പാർട്ടിയുടെ പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിൽ രാഷ്ട്രീയ പ്രേരിതമായിട്ട് റെയ്ഡ് നടന്നെന്നാണല്ലോ ഇപ്പൊ ചില കുട്ടിപ്രകടനങ്ങളൊക്കെ നടത്തിയിട്ട് ചില നേതാക്കന്മാരൊക്കെ ആക്ഷേപിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇതിലൊന്നും അല്ല സംഭവിക്കാൻ പോകുന്നത്. കലാപങ്ങൾ കേരളത്തിലുണ്ടാകും, RSS CPM സംഘർഷം ഉണ്ടാകും. അതുപോലെ തന്നെ തീരപ്രദേശങ്ങൾ കേരള സർക്കാർ സൂക്ഷിച്ചിരിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെയൊക്കെ ഒരുപക്ഷെ വർഗീയ സംഘർഷം പോലും അഴിച്ചുവിടാൻ ഉള്ള സാധ്യത ഞാൻ കാണും. കാരണം മുനമ്പം പോലുള്ള പ്രദേശങ്ങളിൽ അവിടെ സ്ഫോടനാത്മകമായ സ്ഥിതിവിശേഷമുണ്ട്. വളരെ വേഗത്തിൽ അവിടെ ഒരു കലാപം ഉണ്ടാക്കാൻ പറ്റും. അതൊക്കെ കാരണം ഇപ്പൊ പിണറായിയെയും CPM-നെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടം. ഞാൻ പറഞ്ഞല്ലോ, ഇത് SFI, അതായത് കരിമണൽ കർത്ത എന്ന് പറയുന്ന വ്യക്തിയുടെ കൊച്ചി ആസ്ഥാനമായുള്ള കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽസ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൽ നിന്നും മാസപ്പടി കൈപ്പറ്റി വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് കമ്പനി മാസപ്പടി കൈപ്പറ്റി എന്നുള്ളത് മാത്രമല്ല ഇവിടുത്തെ വിഷയം. അതിനപ്പുറത്തേക്ക് പോകുന്ന വിഷയമാണ്. അതൊരു കാരണം മാത്രമാണ്. ഓണം വരാൻ ഒരു മൂലം വേണമെന്ന് പറയുന്നത് പോലെ ഇപ്പോ ഹൈക്കോടതി എക്സാലോജിക്കിനെതിരെയുള്ള അന്വേഷണങ്ങൾക്ക് കൊടുത്തിരുന്ന സ്റ്റേ ഹൈക്കോടതി പിൻവലിച്ചു. അപ്പോൾ കേന്ദ്ര ഏജൻസികൾക്ക് കൃത്യമായ നടപടിയെടുക്കാനുള്ള സാഹചര്യം ഒരുങ്ങി. പക്ഷേ ഇതിനപ്പുറത്തേക്ക് പോവുകയാണ് കാര്യങ്ങൾ. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ലാവ്ലിൻ കേസ് എത്ര പതിറ്റാണ്ടുകളായി, എത്ര നാളുകളായിട്ട് അത് കേസ് കിടക്കാണ്. സുപ്രീം കോടതിയിൽ ഏറ്റവും അധികം നീട്ടിവെക്കപ്പെട്ട, വാദം കേൾക്കാതെ നീട്ടി വെക്കപ്പെട്ട കേസാണ്. ഈ കേസ് കേൾക്കുന്നതിൽ നിന്നും കേരള ഹൈക്കോടതിയിലെ 5 ജഡ്ജിമാർ റെക്യൂസ് ചെയ്തു. അത് ഇംഗ്ലീഷിൽ പറയും ദേ റെക്യൂസ് ദംസെൽസ് ഓഫ് ദിസ് കേസ് എന്ന് പറയും. അതിന്റെ അർത്ഥം അവർ ഒഴിഞ്ഞു മാറി. എന്തുകൊണ്ട് ഒഴിഞ്ഞു മാറി നമുക്കറിഞ്ഞുകൂടാ. സാധാരണ നമ്മൾ ഒരു പ്രശ്നത്തിൽ ഇടപെടാതിരിക്കുന്നത് നമുക്ക് ആരെങ്കിലും പേടിയുള്ളത് കൊണ്ടാണ്. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? പിണറായി വിജയന്റെ ഓഫീസിൽ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന ആദ്യത്തെ ടൈമിൽ അദ്ദേഹത്തിന്റെ ഓഫീസിന്റെ ചുമതലയുള്ള പ്രിൻസിപ്പൽ സെക്രട്ടറി ആയ ശിവശങ്കർ എന്ന IAS ഉദ്യോഗസ്ഥൻ അഴിമതി കേസിൽ, സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ ജയിലിൽ പോയില്ലേ? അദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്ത എത്രയോ അധികം ആൾക്കാർക്ക് രാജിവെക്കേണ്ട വന്നു. അപ്പൊ ഇതൊക്കെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കള്ളക്കടത്തുകാരുടെയും സമൂഹ വിരുദ്ധരുടെയും വിഹാര രംഗമായി. ഇതെല്ലാം അത്ര പെട്ടെന്ന് കേരളീയ ജനതയ്ക്ക് മറക്കാൻ പറ്റുമോ? ഇത് വെറും ഒരു മാസപ്പടി കേസാണെന്ന് ഞാൻ കരുതുന്നില്ല. ഇപ്പൊ കേന്ദ്രത്തിനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രത്തിന് ഒരു ഉറപ്പുണ്ട്, കേരളത്തിലെ ഇതൊരു BJP വിരുദ്ധ വിഷയമായിട്ട് വളർത്തിയെടുക്കാനോ രക്തസാക്ഷിയാവാനോ പിണറായി വിജയൻ ഇനി പറ്റില്ല. ഇതിനു മുമ്പായിരുന്നെങ്കിൽ പിണറായി RSSനെതിരെ തിരിഞ്ഞ് വർഗീയത ആണ് ഇതിന്റെ പിന്നിലെന്ന് പറഞ്ഞ് സെക്യുലറിസം സംരക്ഷിക്കാനായിട്ട് പിണറായി തെരുവിൽ കലാപം അഴിച്ചുവിടുവായിരുന്നു.
വേണ്ടി വന്നാൽ മതേതരത്വം സംരക്ഷിക്കാൻ വർഗീയ കലാപം വരെ നടത്തുമായിരുന്നു. പക്ഷെ ഇനിയും നടത്തും. പക്ഷെ അതിന് വലിയ വിശ്വാസ്യത ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവിടെ ജനങ്ങൾ ഇപ്പൊ തിരിച്ചറിയുന്നു പിണറായിയുടെ അഴിമതിയുടെ ആഴം. അഴിമതിക്കാർക്കെതിരെ പിന്നെ നടപടിയെടുക്കുമ്പോൾ പല ന്യായങ്ങളും പറയും, അവർ പല ആരോപണങ്ങളും ഉന്നയിക്കും. അതിലൊന്നും ഇനി ജനം വിശ്വസിക്കില്ല. പിണറായി വിജയൻ എന്ന വ്യക്തി ഇപ്പോൾ കാണിക്കുന്ന പിടച്ചില്, ആ പിടച്ചിൽ സ്വയം രക്ഷപ്പെടാൻ ഉള്ളതാണ്. ഇത് പിന്നെ BJP-യെ ഇപ്പൊ കുറ്റപ്പറയുന്ന പിണറായി വിജയൻ കേന്ദ്ര സർക്കാരുമായിട്ട് വലിയ ധാരണയിലായിരുന്നല്ലോ. ഈ കഴിഞ്ഞ ഇലക്ഷനിൽ പോലും BJP-യുടെ വോട്ട് പലയിടത്തും കിട്ടിയെന്നാണല്ലോ വാർത്തകൾ. അപ്പൊ ഇതൊക്കെയാണോ പിന്നെ ന്യായങ്ങൾ? മാതൃകാപരമായി പ്രവർത്തിക്കേണ്ട കമ്മ്യൂണിസ്റ്റുകാരനായ ആ പിണറായി വിജയൻ സ്വന്തം അഴിമതിക്കുറ്റം, സ്വന്തം ഈ അഴിമതി നടത്തി എന്തിനാണ്? അല്ലെങ്കിൽ പിണറായി പറയട്ടെ. ഇവിടെ എനിക്കിനി ഒരു ചോദ്യം ഉള്ളത്, ഈ പിണറായിയെ രക്തസാക്ഷിയാക്കി CPM ഈ കേസിൽ നിന്ന് തടികൂരുമോ, അതോ പിന്നെ തൻ്റെ തോളിലിരിക്കുന്ന പാപഭാരം മുഴുവൻ CPM-ന്റെ തലയിൽ പിണറായി വെച്ച് കെട്ടുമോ? ഈ രണ്ട് ചോദ്യങ്ങളും ഇനി കേരളം ചോദിക്കണം. ആർക്ക് വേണ്ടിയായിരുന്നു പിണറായി ഈ കൈക്കൂലിയും കള്ളക്കടത്തും എല്ലാം നടത്തിയത്? ഈ ആരോപണങ്ങളൊക്കെ തെറ്റായിരുന്നെങ്കിൽ അദ്ദേഹം നിഷ്പക്ഷമായ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുകയല്ലേ ചെയ്യേണ്ടത്? ഇതിൽ നിന്നുള്ള വരുമാനങ്ങളൊക്കെ എവിടെയാണ് പോയത്? ഈ പിന്നെ CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നടത്തിപ്പിലേക്കാണോ അത് പോയത്? CPM-ന് എന്ന പാർട്ടിക്ക് വേണ്ടിയാണോ പിണറായി വിജയൻ ചില പിന്നെ പ്രവർത്തികളിൽ നിയമം തെറ്റിച്ചത്? അദ്ദേഹത്തിന്റെ കൂടെയുള്ളവർ കൈക്കൂലി വാങ്ങിയത് ആർക്ക് വേണ്ടിയിട്ടായിരുന്നു? കേസിൽ അകപ്പെട്ട് ജയിലിൽ പോയ ശിവശങ്കരൻ ആർക്ക് വേണ്ടിയാണ് അഴിമതി നടത്തിയത്? അദ്ദേഹത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ സ്വപ്ന സുരേഷ് ഉന്നയിച്ചിരുന്നല്ലോ. ആ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കാനുണ്ടായിരുന്ന സാഹചര്യം എന്താണ്? ആ സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ എങ്ങനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കയറിക്കൂടി? ഇതൊക്കെ കണ്ണടച്ചത് ആർക്ക് വേണ്ടിയായിരുന്നു? CPM-ന് വേണ്ടിയായിരുന്നു. 100 ചോദ്യങ്ങൾ വരികയാണ്. ഒരു പിന്നെ രാമബാണങ്ങൾ പോലെയുള്ള ചോദ്യങ്ങളായിരിക്കും, ഒന്നിനു പിറകെ ഒന്നായിട്ട്. ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ പിണറായി വല്ലാതെ ബുദ്ധിമുട്ടും. ഈ മഴക്കാലത്തും പിണറായി വിജയൻ അറസ്റ്റിലാകുമോ എന്നതായിരിക്കും കേരളം ഉറ്റുനോക്കുന്നത്. അങ്ങ് എങ്ങനെയാണ് അറസ്റ്റിലാകുമോ? അങ്ങനെ ഒരു കടും കൃത്യത്തിലേക്കൊക്കെ VDS കടക്കുമോ? VD സതീശൻ അതൊരു കടും കൃത്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കേരള രാഷ്ട്രീയത്തിന്റെ അടവ് നയത്തിന്റെയും ആത്മവഞ്ചനയുടെയും അവസാനമാകും അതെന്നാണ് ഞാൻ കരുതുന്നത്. അതിൽ കടുപ്പമൊന്നുമില്ല. പിന്നെ അതായത് പിണറായി വിജയൻ അറസ്റ്റിലായാലും അത്ഭുതപ്പെടാനില്ല എന്നല്ലേ? തീർച്ചയായിട്ടും. മടിയിൽ കനമുന ഉള്ളവനെ വഴിയിൽ പേടിക്കേണ്ടതുള്ളൂ എന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന ആളായിരുന്നല്ലോ പിണറായി വിജയൻ. അപ്പം മടിയിൽ കനമില്ലെങ്കിൽ അദ്ദേഹത്തിന് വഴിയിൽ പേടിക്കണ്ടല്ലോ. ഈ അറസ്റ്റ് ചെയ്യുവോ എന്നുള്ള സംശയത്തിനൊന്നും ന്യായമില്ലല്ലോ. പിന്നെ എൻ്റെ കൈകൾ സംശുദ്ധമാണെന്നുള്ള ഉറപ്പുള്ള ഒരാൾക്ക് തീർച്ചയായിട്ടും ജയിലിൽ പോയാലും തിരിച്ചു വരാമല്ലോ. അഗ്നി പിന്നെ ശുദ്ധി വരുത്തിയിട്ട് തിരിച്ചു വരാമല്ലോ. അവിടെ പിന്നെ യഥാർത്ഥത്തിലുള്ള വിഷയം, ഇത്രയും നാൾ കേരള രാഷ്ട്രീയത്തിൽ പരസ്പരം അഴിമതി മൂടിവെക്കാൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ശ്രമിച്ചിരുന്നു. അതിനൊരു പുതിയ മാറ്റമാകട്ടെ, അതിലൊരു പുതിയ തുടക്കം കുറിക്കാൻ സതീശന് സാധിക്കട്ടെ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും കൂടുതൽ വിശദ വിവരങ്ങളുമായിട്ട് വരും ദിവസങ്ങളിൽ നമുക്ക് വീണ്ടും പ്രേക്ഷകരെ സമീപിക്കാം. അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.